ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും തൻഷിക്ക് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് രുചികരമായിട്ടുള്ള ഒരു ഹെൽത്തി സ്നാക്കായിട്ടാണ്. ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ്. ചെറുപയർ വെച്ചിട്ടാണ് ഈ ഒരു ഹെൽത്തി സ്നാക്ക് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു സ്നാക്ക് തയ്യാറാക്കിയിരിക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കില്ലല്ലോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇതിനായിട്ട് ഞാനിവിടെ 1/2 കപ്പ് ചെറുപയറാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതൊരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നല്ലതുപോലെ ഒന്ന് വാഷ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ ചെറുപയർ വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇനി കുക്കർ അടച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ ഇതാ ചെറുപയർ ഇവിടെ നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഈ കുക്കർ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. കണ്ടല്ലോ, ചെറുപയർ നല്ലതുപോലെ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതിൽ കുറച്ചുകൂടി വെള്ളമുണ്ട്, അത് കുഴപ്പമില്ല. ബാക്കിയുള്ള വെള്ളം നമുക്ക് വറ്റിച്ചെടുക്കാം. ഇനി കുക്കർ അടുപ്പിൽ വെച്ചിട്ട് ഈ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം. വെള്ളം ഏകദേശം ഒന്ന് വറ്റി വരുമ്പോഴേക്കും ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് ശർക്കര പാനിയാണ്. ഞാനിവിടെ ശർക്കര പാനി തയ്യാറാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതുപോലെ നമ്മൾ ശർക്കര പാനി ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ചധികം ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ള സമയത്തെടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ 1.5 കപ്പോളം ശർക്കര പാനിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ശർക്കര പാനി കിടന്നിട്ട് ഒന്നുകൂടി ഈ ചെറുപയറൊന്ന് വെന്ത് കിട്ടണം. അപ്പോൾ ശർക്കര പാനി നല്ലതുപോലെ ഒന്ന് തിളച്ച് വരട്ടെ. ആ ഒരു സമയത്ത് ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1/2 കപ്പ് അളവിൽ ചിരകിയ നല്ല ഫ്രഷ് ആയിട്ടുള്ള തേങ്ങയാണ്. 1/2 കപ്പ് മുതൽ 1 കപ്പ് വരെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് തേങ്ങ ഇഷ്ടമാണെങ്കിൽ കുറച്ചധികം ചേർത്ത് കൊടുക്കാം. ഇതുപോലെ നല്ല ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ തേങ്ങാപ്പാലൊക്കെ നന്നായിട്ട് ഇറങ്ങിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ തന്നെ ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ഇതിവിടുന്ന് നല്ലതായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അതേസമയത്ത് തന്നെ ഞാൻ ഇതിലോട്ട് 1/4 ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏലക്ക പൊടിച്ചത് കൂടി ചേർക്കുന്ന സമയത്ത് നല്ല മണവും രുചിയായിരിക്കും. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് തിളച്ച് വറ്റി വരട്ടെ. ഏകദേശം ഒന്ന് വെള്ളമൊക്കെ വറ്റി വരുന്ന സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അരിപ്പൊടിയാണ്. ഞാനിപ്പോൾ ഇവിടെ ഇടിയപ്പത്തിനൊക്കെ യൂസ് ചെയ്യുന്ന അരിപ്പൊടിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അരിപ്പൊടി മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കാതെ കുറച്ചായി ചേർത്തിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാവും എത്രത്തോളം അരിപ്പൊടി ആവശ്യമാണെന്നുള്ളത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മിക്സ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് കണ്ടല്ലോ, ഇതുപോലെ നല്ലതുപോലെ യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ വെള്ളം മുഴുവനായിട്ട് വറ്റുന്നതിനെക്കാട്ടും മുന്നേ വേണം നമ്മളിങ്ങനെ യോജിപ്പിച്ചെടുക്കാനായിട്ട്. കണ്ടല്ലോ, നല്ലതായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഇനി ഇതിൻ്റെ ചൂട് നന്നായിട്ടൊന്ന് പോയി കിട്ടണം. അതിനുശേഷം വേണം നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇതാ ഞാനിത് സ്റ്റൗവിൽ നിന്ന് ഇറക്കിയിട്ട് ഒരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ ചൂട് നന്നായിട്ടൊന്ന് പോകാനായിട്ട് മാറ്റി വെക്കാം. ഫാനിൻ്റെ താഴെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ചൂട് പോയി കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ ചൂടൊക്കെ നല്ലതുപോലെ തന്നെ പോയി കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് ഞാനിതിലേക്ക് 2 ടീസ്പൂൺ പശുവിൻ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ച് കൊടുക്കാം. നന്നായിട്ട് അമർത്തി വേണം കുഴച്ചെടുക്കാനായിട്ട്. കണ്ടല്ലോ, ഇതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഇനി കൈയുടെ അടിയിൽ കുറച്ച് നെയ്യാക്കിയിട്ട് നമുക്കിത് ഇഷ്ടമുള്ള ഷേപ്പിലൊന്ന് ഉരുട്ടിയെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ ബോൾ പോലെ തന്നെയാണ് ഉരുട്ടിയെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫിംഗർ ഷേപ്പിലോ അല്ലെങ്കിൽ ഒരു സ്ക്വയർ ഷേപ്പിലോ എങ്ങനെ വേണമെങ്കിലും ഷേപ്പ് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിതുപോലെ ബോളായിട്ടാണ് ഷേപ്പ് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ എല്ലാം ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഇതെല്ലാം കൂടി ഒന്ന് ആവി കയറ്റിയെടുക്കാം. അതിനായിട്ട് ഞാനിതൊരു സ്റ്റീൽ പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കുകയാണ്. അങ്ങനെ ഒത്തിരി സമയമൊന്നും ആവി കയറ്റേണ്ട ആവശ്യമില്ല. 5-10 മിനിറ്റ് നേരത്തേക്ക് മാത്രം ഒന്ന് ആവി കയറ്റിയെടുത്താൽ മതി. ഇഡ്ലിത്തട്ടിലോ സ്റ്റീമറിലോ വെച്ചിട്ട് ആവി കയറ്റിയെടുക്കാവുന്നതാണ്. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് 5-10 മിനിറ്റ് നേരത്തേക്കൊന്ന് ആവി കയറ്റിയെടുക്കാം. അങ്ങനെ എല്ലാം ഞാനിവിടെ ആവി കയറ്റിയെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കളറ് ഒന്നുകൂടി ഒന്ന് ഡാർക്കായി കിട്ടിയിട്ടുണ്ട്. നല്ല രുചിയാണ് ഈ ഒരു സ്നാക്ക് കഴിക്കാനായിട്ട്. മാത്രമല്ല നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്ക് കൂടിയാണ്. കുട്ടികൾക്കൊക്കെ നമുക്ക് ധൈര്യമായിട്ട് ഉണ്ടാക്കി കൊടുക്കാം. അവരൊക്കെ തീർച്ചയായിട്ടും കഴിക്കുന്നതാണ്. ചെറുപയർ കൊണ്ട് ഉണ്ടാക്കുന്ന സുഖിയനൊക്കെ കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർ പോലും ഈ ഒരു സ്നാക്ക് കഴിക്കും, ഉറപ്പാണ്. അത്രയ്ക്ക് ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കഴിക്കാവുന്നതാണ്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് കൊഴുക്കട്ടയൊക്കെ ഉണ്ടാക്കാറുണ്ടല്ലോ. അപ്പോൾ കൊഴുക്കട്ട ഉണ്ടാക്കുന്നതിന് പകരം ഒരു ദിവസം ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂ. എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അതുപോലെ നമ്മുടെ ചാനൽ കാണുന്നത് ആദ്യമായിട്ടാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് എനാബിൾ ചെയ്തിട്ടോളൂ. അങ്ങനെയാകുമ്പം ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.